സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി ഒരു വേനൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കമ്പോളത്തിലേക്ക് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് ഉപഭോക്താക്കളെയും കൊണ്ട് ആ മാർക്കറ്റ് നിറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും അവരുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി അവരെ പക്കലുള്ള സാധനങ്ങളുടെ പേരും വിവരവും അതിൻ്റെ വിലയും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കച്ചവടക്കാരുടെ അടുക്കിലേക്ക് വ്യത്യസ്തങ്ങളായ ആവശ്യക്കാർ അവരുടെ ആവശ്യ വസ്തുക്കൾ ഇരിക്കുന്നിടത്തെല്ലാം കടന്നു ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കമ്പോളത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്ന വാചകം വളരെ വ്യത്യസ്തമായി അവിടെ കേട്ടു. എല്ലാവരുടെയും ശ്രദ്ധ പിടിക്കുകയും ചെയ്തു. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇർഹമൂ മൻ യദൂബു റഅസുൽ മാൽ, മുതൽ അലിഞ്ഞു പൊക്കൊണ്ടിരിക്കുന്ന മനുഷ്യരോട് അല്പം കരുണ കാണിക്കണേ മനുഷ്യരെ എന്ന്. മുതൽ അലിഞ്ഞു പൊക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു കച്ചവടക്കാരൻ കൂടി മാർക്കറ്റിലുണ്ട്. ആ കച്ചവടക്കാരനോട് അല്പം കരുണ കാണിക്കണേ എന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി തആല അലൈഹി അയാൾ എന്താണ് വിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു ചെന്നു. അയാൾ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ ഐസ് കട്ടകൾ വിൽക്കാൻ വേണ്ടി നിൽക്കുന്നയാളാണ്. അയാൾ ഐസ് അലിഞ്ഞു പൊക്കൊണ്ടേയിരിക്കുകയാണ്. അയാൾ മുതല ഐസാണ്. അത് അലിഞ്ഞു തീരുന്നതിന് മുമ്പ് അതാരെങ്കിലും വാങ്ങി കൊണ്ടുപോയാൽ അയാളുടെ കച്ചവടം ലാഭകരമാവും എന്ന അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യൻ ഇതിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ആ നിമിഷം ഇമാം റാസിയുടെ ചിന്തകൾ കാട് കയറി പോയിട്ടുണ്ട്. അയാൾ പറഞ്ഞ വാചകം മനുഷ്യന് ജീവിതത്തിലേക്ക് ചേർത്ത് വായിക്കാൻ അദ്ദേഹം തുനിഞ്ഞ നിമിഷമാണത്. എത്ര ഗംഭീരമായിട്ടാണ് ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചത് എന്ന് ആ മനുഷ്യൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. അയാളുടെ ഐസ് കട്ട പോലെയാണല്ലോ നമ്മുടെ ജീവിതം എന്നുള്ളത്. ആ മനുഷ്യന്റെ ഐസ് കട്ട പോലെയാണ് നമ്മുടെ ജീവിതം എന്നുള്ളത്. നമ്മളോട് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് അലിഞ്ഞു പൊക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതം അള്ളാഹു നമുക്ക് നൽകിയ ഏതാനും സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളുമായി അള്ളാഹു ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് നമ്മളോട് പറയാതെ ഇങ്ങനെ കൊഴിഞ്ഞു പൊക്കൊണ്ടേയിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യമാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന്. തീർച്ചയായിട്ടും കാലഘട്ടത്തെ കൊണ്ട് സത്യമിട്ട് അല്ലാഹു പറയാണ്. ടൈം, സമയത്തെ കൊണ്ട് സത്യമിട്ട് ഞാൻ പറയട്ടെ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ജനങ്ങളും നഷ്ടത്തിലാണ് എന്ന്. ലാഭത്തിലല്ല നഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് എപ്പോഴാണ് നമ്മൾ പറയാറ്? ഒരു കച്ചവടക്കാരൻ, അയാൾ ഒരു ക്യാപിറ്റൽ, അയാളുടെ ഒരു മൂലധനം നിക്ഷേപിച്ചു. ആ നിക്ഷേപത്തിന് അയാൾ വർക്കൗട്ട് ചെയ്തു, അയാൾ പണിയെടുത്തു, കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് ലാഭമൊന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ നമ്മൾ നഷ്ടത്തിലാണെന്ന് പറയില്ല. അയാൾ സേഫ് സോണിലാണ് ഉള്ളത് എന്ന് പറയും. നഷ്ടമായില്ല, കച്ചവടത്തിന് ഇറങ്ങി, നമുക്ക് ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞില്ല, മുതലും കൊണ്ട് രക്ഷപ്പെട്ടു എന്നേ പറയാൻ കഴിയത്തുള്ളൂ. മുതലുകൂടി നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്, ലാഭമുണ്ടായില്ലെന്ന് മാത്രമല്ല, ആ മുതലുകൂടി നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അയാളെ കുറിച്ച് നഷ്ടവാളി എന്ന് പറയുക. ജീവിതത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ നിക്ഷേപം, മനുഷ്യന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അൽ വഖ്തു റഅസുൽ മാൽ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിക്ഷേപം എന്നുള്ളത് സമയമാണ് എന്നാണ് വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുന്നത്. അല്ലാഹു അതാ പറഞ്ഞത്, മനുഷ്യരുടെ ജീവിതം അതിന്റെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ സമയമാണ്. ഓരോ നിമിഷങ്ങളും മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട നിമിഷങ്ങൾ നമ്മളോട് പോലും ആലോചിക്കാതെ, നമ്മളോട് പോലും പറയാതെ, അത് ഓരോ സെക്കൻഡുകളും മിനിറ്റുകളുമായി കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതങ്ങും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ മനുഷ്യർ തീർത്തും പരാജയമാണ്. അതാ ഖുർആൻ സംസാരിക്കുന്നത്. മഹാഭൂരിപക്ഷം മനുഷ്യരും അവന്റെ നിക്ഷേപവും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അവന് ലാഭവുമില്ല, അവന്റെ നിക്ഷേപം നഷ്ടത്തിലുമാണ് എന്ന്. ഈ സമയവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും വലിയൊരു പാതകമാണ്. നമ്മൾ സമയം മുതലെടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ എന്താ കണക്കാക്കിയത്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, കുറെ മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചു വിടുക, കുറെ ഉമ്മമാരും ബാപ്പമാരും ഇവിടെ ഉണ്ടാവുക,
ഗർഭം ചുമക്കുക, പ്രസവിക്കുക, കുറെ ആൾക്കാർ ജനിക്കുക, കുറെ കാലം ഇവിടെ തിന്നു കുടിച്ച് ജീവിക്കുക, ഒരു ദിവസം മരണപ്പെട്ട് കബറിടത്തിൽ കൊണ്ടുവച്ച് കുഴിച്ചു മൂടിയിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പാഴ്വേലയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? ഈ മനുഷ്യന് വേണ്ടി ലോകത്തെ സംവിധാനിച്ചു, ആകാശഭൂമികളെ സംവിധാനിച്ചു. ആകാശഭൂമികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിനെയും പകലിനെയും സംവിധാനിച്ചു. ആ രാവും പകലുകളെയും മണിക്കൂറുകളായും മിനിറ്റുകളായും അല്ലാഹു സംവിധാനിച്ചു, സെക്കൻഡുകളായി അല്ലാഹു സംവിധാനിച്ചു. ഇതെല്ലാം ചെയ്തത് വെറും ഒരു പാഴ് പ്രവൃത്തിയാണെന്ന് മനുഷ്യനെ നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ കണക്കാക്കിയത് കുറെ ദിവസം തിന്നും കുടിച്ചും ജീവിച്ചിട്ട് ഒരു ദിവസം മരണപ്പെട്ടു പോകുന്ന അള്ളാഹുവിന്റെ ഒരു പാഴ്വേലയാണ് മനുഷ്യ സൃഷ്ടിപ്പ് എന്ന് കണക്കാക്കിയോ? ഓരോ നിമിഷങ്ങൾക്കും പടച്ചവന് മുമ്പിൽ കണക്കുണ്ട്. നമ്മൾ ജീവിച്ചു പോയ കാലഘട്ടത്തെ കുറിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യമുണ്ട്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ അൻ ഉംരിഹി ഫീമാ അഫ്നാ. ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കും. അള്ളാഹുവിന്റെ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന നിമിഷത്തിൽ ഒരു മനുഷ്യനോട് ചോദിക്കുന്ന സുപ്രധാനമായ ചോദ്യം, നിന്റെ ജീവിതത്തിന്റെ നിമിഷങ്ങളെ നീ എങ്ങനെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നാണ്. എന്ത് മറുപടിയാണ് നമുക്ക് പറയാനുണ്ടാവുക? ഈ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾക്കും വലിയ വിലയുണ്ട്. ഈ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപം നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരേ ഒരു വസ്തു അത് സമയമാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇതെന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ പറയുന്നു എന്നത് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും. നമ്മളെല്ലാം ഒരു പുതുവർഷം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാരാ. നമ്മുടെ ഈ ഒരു ജൂലിയൻ കലണ്ടറുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്ക് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഈ കലണ്ടറുമായിട്ട് മുസ്ലിങ്ങൾക്ക് ആചാരപരമായോ വിശ്വാസപരമായോ ഒരു ബന്ധവുമില്ല. മുസ്ലിങ്ങൾക്ക് ആചാരപരമായോ വിശ്വാസപരമായോ കലണ്ടറുമായി ഒരു ബന്ധവുമില്ല എന്നിരിക്കുമ്പോഴും നമ്മുടെ നാട്ടിന്റെ ക്രയവിക്രയങ്ങൾ നടക്കുന്നത്, ഇവിടുത്തെ നടപടിക്രമങ്ങൾ നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ അവധികൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ശമ്പളങ്ങൾ, ഇതെല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നത്, കൃത്യമായി റൗണ്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാട്ടിൽ പ്രചാരത്തിലുള്ള ഈ ജൂലിയൻ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ഈ കലണ്ടർ പ്രകാരമുള്ള വർഷങ്ങൾ മാറി മറിയുമ്പോൾ നമുക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. പൊതുസമൂഹം വലിയ ഗൗരവത്തോടെ ശ്രദ്ധിക്കുകയും ഒരു പുതുവർഷം എന്നുള്ളത് വലിയൊരു ആഘോഷ പരിപാടി ഏറ്റെടുക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. എല്ലാ ആഘോഷ പരിപാടിക്കും ഒന്നാം മുന്നണിയിൽ നിൽക്കുന്നത് മുസ്ലിമീങ്ങളാണ് എന്നത് വർത്തമാനകാലത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യവുമാണ്. നമ്മളാണല്ലോ എല്ലാ പരിപാടിക്കും മുമ്പിൽ നിൽക്കുക. ഒരു ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും ത്വരിതഗതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതുവർഷത്തെ പിന്നെ ഒരു പിറവി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ ആഹ്ലാദത്തിന്റെ ഈ ഒരു ചിന്താഗതി എവിടെ നിന്നാണ് കടന്നു വന്നത്? ഇങ്ങനൊരു ആഘോഷമുണ്ടോ? അതില്ല. ഇങ്ങനൊരു ആഘോഷ പരിപാടിയേ ഇല്ല. എന്നതിനൊക്കെ ഉപരിയായിട്ട് ഓരോ ദിവസങ്ങളും കടന്നു പോകുമ്പോൾ ആഘോഷിക്കുന്നത് തന്നെ ഏറ്റവും വലിയ വിരോധാഭാസമല്ലേ? നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? നമുക്ക് എത്രയാ ഇവിടെ അള്ളാഹു നിശ്ചയിച്ച കാലഘട്ടം, എപ്പോഴാണ് നമുക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച മരണം കടന്നു വരുന്നത് അറിയില്ല നമുക്കാർക്കും. വരൂ പോകാമെന്നല്ലാതെ മരണത്തിന് മറ്റൊരു ഭാഷയും അറിയില്ല. മരണം വന്നിട്ട് മനുഷ്യനോട് പറയുകയാണ്, നിനക്ക് വരാൻ സമയമായിട്ടുണ്ട്, അടുത്ത ആഴ്ചയാണ് നിന്റെ ഊഴം എന്ന് പറയാറില്ല ഒരു മനുഷ്യനോടും. ആരോടും പറയാറില്ല. ഒരു ചെറുപ്പക്കാരൻ 45 വയസ്സുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു വാചകം, ഒരു ആത്മീയ ചിന്തയിൽ നിൽക്കുന്ന നിമിഷത്തിൽ പറഞ്ഞൊരു വാചകമാണ്, ജീവിതത്തിന്റെ മുക്കാഭാഗവും കഴിഞ്ഞുപോയി, ഒന്നാലോചിക്കുമ്പോൾ ഒന്നും കയ്യിലില്ല എന്ന്. ഒരു 45 വയസ്സുകാരൻ അയാൾ സ്വയം ചിന്തിക്കാണ്, സ്വയം തീരുമാനിക്കുകയാണ്, എന്റെ ജീവിതത്തിന്റെ മുക്കാഭാഗവും കടന്നു പോയിട്ടുണ്ട്, ഇനി ചുരുങ്ങിയത് 15 വർഷം കൂടി എനിക്ക് ജീവിക്കാൻ ഇവിടെ അവസരവും ഉണ്ടാവുമെന്ന്. എന്തടിസ്ഥാനത്തിലാണ്? എന്ത് ബലത്തിന്റെ പേരിലാണ്? അടുത്ത പ്രഭാതം വെളുപ്പിക്കുമെന്ന് ഒരു ഉറപ്പും നമുക്കില്ലായിരിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഒരു ധാരണയുണ്ട് നമുക്ക് മരണം വളരെ വൈകിയേ വരുള്ളൂ എന്ന്. അതുകൊണ്ട് നമുക്കിപ്പോ ഇഷ്ടത്തിനങ്ങ് ജീവിക്കാമെന്ന് കണക്കാക്കുന്നുണ്ട്. ഓരോ ദിവസവും കഴിയുമ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതമാണ്. ഇന്നമാ അന്ത അയ്യാം, മനുഷ്യനെ നീ കുറെ ദിവസങ്ങൾ മാത്രമാണ് എന്ന് ഹസനുൽ ബസരി. ഓരോ മനുഷ്യനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ഒരു ദിവസം കടന്നുപോയാൽ നീ എന്നൊരു അധ്യായത്തിന്റെ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയിരിക്കണം. ഒരു ദിവസം കടന്നു പോകുമ്പോ നിന്റെ ഒരു ദിവസമാണ് ഈ ദുനിയാവിൽ അവസാനിക്കുന്നത്. നീ ഒരു ദിവസം കൂടി മരണത്തിലേക്ക് അടുക്കുകയാണ്. അല്ലാതെ എന്താണ് സംഭവിക്കുന്നത്? വരാനിരിക്കുന്ന പുതുവർഷത്തെ ആഘോഷിക്കാനിരിക്കുന്നവർ, ദിവസങ്ങൾ കടന്നു പോകുമ്പോ ബർത്ത്ഡേകൾ ആഘോഷിക്കാൻ നിൽക്കുന്നവർ, ദിവസങ്ങൾ കടന്നു പോട്ടെ, സമയം ഒന്ന് പോയി കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ആഘോഷിക്കാം, വരാനിരിക്കും നമുക്ക് വേണ്ടി ആഘോഷങ്ങളെന്ന്. ദിവസങ്ങൾ കടന്നു പോയതിന്റെ പേരിൽ, വർഷങ്ങൾ പിന്നിട്ട് പോയതിന്റെ പേരിൽ ആഘോഷിക്കാൻ നിൽക്കുന്ന സമൂഹം, അത് നമ്മുടെ പതനമാണിത്. അങ്ങനെയാണ് നമുക്ക് ആഘോഷിക്കാൻ കഴിയുക. എങ്ങനെ ദിവസങ്ങൾ താമസിച്ചു പോകട്ടെ, വളരെ വൈകി സമയങ്ങൾക്ക് വിശാലത കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചവരാണ് പൂർവികർ. നമ്മളെന്താ ചിന്തിക്കുന്നത്? നേരം പോകുന്നില്ല എന്ന്. വളരെ ഈ കാലഘട്ടത്തിലും കൗതുകമുള്ള ഒരു വാചകമാണ്. നമുക്കിടയിൽ ചില ആൾക്കാരെങ്കിലും ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്, ഒരു സമയം അങ്ങോട്ട് പോകുന്നില്ല, ഒരു ടൈം പാസ് ഒന്നുമില്ല, ഒരു സമയം പോക്കിയിട്ട് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്?
നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സമ്പാദ്യം ഈ സമയമാണ്. ഈ സമയത്തിന് വേണ്ടി ആ മനുഷ്യൻ എല്ലാ സാഹസവും കാണിക്കുന്നത്. 100 കോടി രൂപയുള്ള മനുഷ്യന് 1 മിനിറ്റ് വേണോ 100 കോടി രൂപയ്ക്കാണോ വില കൂടുതൽ എന്ന് ചോദിച്ചാൽ 1 മിനിറ്റിനാ വില കൂടുതൽ. 100 കോടി രൂപ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എനിക്ക് ഈ നിമിഷം മരണമാണെങ്കിൽ ആ മണ്ണിന് മീതെ പണം ഉണ്ടാകും, ആർക്കും ഉടമപ്പെടുത്താൻ കഴിയുമത്, എനിക്ക് ഉടമസ്ഥത ഉണ്ടാവില്ല. പക്ഷെ 1 നിമിഷം കൂടി എനിക്ക് ജീവിതമുണ്ടെങ്കിൽ 1 രൂപയാണെങ്കിലും എനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. 1 രൂപ എന്റെ കയ്യിലുള്ളെങ്കിലും 1 മിനിറ്റ് കൂടി എനിക്ക് ആയുസ് കിട്ടിയാൽ. പള്ളി വരാന്തകൾ പിരിവിന് വരുന്ന ആൾക്കാരുണ്ട്. എന്തിനാ പിരിവിന് വന്നത്? പല ആൾക്കാരും പിരിവിന് വന്ന് നിൽക്കും, ഹാർട്ട് ഓപ്പറേഷൻ ആണെന്ന്, ഡയാലിസിസ് ചെയ്യാൻ പൈസ ഇല്ലാന്ന്. എന്തിനാണ്? ലക്ഷക്കണക്കിന് രൂപ മനുഷ്യന്റെ മുമ്പിൽ അഭിമാനം പണയപ്പെടുത്തിയിട്ട് കൈകൾ നീട്ടി തെണ്ടിയിട്ട് യാചിച്ച് പണമുണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൈസ അടച്ചിട്ട് എന്തിനു വേണ്ടിയാ? 1 ദിവസമെങ്കിൽ 1 ദിവസം കൂടി ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി ഈ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്. ഡോക്ടർ പറയും ഒരു 50-50 ചാൻസ് ഉണ്ട് നോക്കാന്ന്, പൈസ കെട്ടിവെച്ചാൽ 50% സാധ്യതയുണ്ട്. 90 വയസ്സുള്ള ഉപ്പാപ്പയാണെങ്കിലും നമ്മൾ ആ കടമ പൂർത്തിയാക്കും. ഇഷ്ടം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ നാട്ടുകാർ പറയില്ലേന്ന്, ഇത്രയും കാലം പൊന്നുപോലെ നോക്കിയിട്ട് അയാൾക്ക് നിങ്ങൾ ഒരു ഓപ്പറേഷൻ ചെയ്താൽ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് മക്കളെ നിങ്ങൾ ചെയ്തില്ലാന്ന്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യും, കടം വാങ്ങിയിട്ട് ആ പണം കൊടുത്ത് ചെയ്യും. അവർ 90 വയസ്സുള്ള ആളാ, എന്നാലും ഓപ്പറേഷൻ ചെയ്യണം. 50% സാധ്യത പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായി. അയാൾ പുറത്തു വന്ന് ഓപ്പറേഷൻ വിജയിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ഒരു കുഴപ്പമില്ലാന്ന്. പോണ വഴിയിൽ മറിഞ്ഞു വീണ് ഓടയിൽ വീണ് മരണപ്പെട്ടു പോയി. എന്തിനാ നമ്മൾ ലക്ഷങ്ങൾ മുടക്കം ഓപ്പറേഷൻ ചെയ്തു? 1 മണിക്കൂർ കൂടി ജീവിതം കിട്ടി, അത്രേ ഉള്ളൂ. മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ലക്ഷങ്ങൾ മുടക്കുന്നത് ജീവിതത്തിന് വേണ്ടിയാ. ഈ ജീവിതമാണ് നമ്മൾ നല്ല ആരോഗ്യ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണിത്. ഈ നിമിഷങ്ങൾ നിങ്ങൾ പാഴിക്കളയാണ്. മനുഷ്യന്റെ സമയം സോദരാ തനി രത്നമാ വല്ലാഹി വിലമതിക്കുന്നതും അസാധ്യമായെന്ന് പാടിപ്പോയത്. വിലമതിക്കാൻ കഴിയാത്ത അമൂല്യമായ സ്വത്താണ് മനുഷ്യന്റെ ഓരോ നിമിഷങ്ങളും. ആ നിമിഷങ്ങളുടെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അല്ലാതെ വരാനിരിക്കുന്ന ന്യൂഇയറുകൾ ആഘോഷിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല. നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ കുറിച്ച് ഓർത്ത് വിലഹിച്ചവരാണ് സഹാബാക്കൾ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയാണ്, എനിക്കൊരു നഷ്ടബോധവും ഒരു ഖേദവും ഉണ്ടായിട്ടില്ല ഒരു വസ്തുവിന്റെ വിഷയത്തിലും ഒരു ദിവസത്തെ പോലെ. എന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു ദിവസം സൂര്യൻ അസ്തമിച്ച് ഞാൻ നിശയുടെ നിശബ്ദതയിലേക്ക് ഉറങ്ങാൻ കിടക്കുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും, ഈ രാവും ഈ പകലും എന്നെ വിട്ടു പോകുമ്പോ എന്താണ് എനിക്കുള്ളത്? എന്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കൂടി അടർന്നു വീണപ്പോ എനിക്ക് എന്താണ് സമ്പാദിക്കാൻ കഴിഞ്ഞത്? ദിവസങ്ങൾ നഷ്ടപ്പെട്ടതുപോലെയുള്ള നഷ്ടവേദനയും എനിക്ക് മറ്റൊരു വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയപ്പോ ഉണ്ടായിട്ടില്ല എന്ന്. പൊന്നും പണത്തെക്കാളും വില വെച്ചു സഹാബാക്കൾ. എന്ന് ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി തആല അലൈഹി എന്ന പ്രധാനപ്പെട്ട താബിഈ 40 സഹാബാക്കളെ നേരിട്ട് കണ്ട് പരിചയമുള്ള മനുഷ്യൻ പറയാണ്, ഞാൻ കുറെ മനുഷ്യരെ കണ്ടിട്ടുണ്ട് എന്ന്, കുറെ സഹാബാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. ദിനാറുകൾക്കും ദിർഹമുകൾക്കും മീതെ സമയത്തിന് വില കൽപ്പിച്ചൊരു സമൂഹം. ഓരോ നിമിഷങ്ങൾക്കും അവർ വില കൽപ്പിച്ചിട്ടുണ്ട്. ഒരു നിമിഷം ഒരു പ്രവൃത്തിയുമില്ലാതെ, ദുനിയാവിന് വേണ്ടിയോ പരലോകത്തിനു വേണ്ടിയോ പ്രവർത്തിക്കാതെ ഒരു മനുഷ്യന്റെ ഒരു നിമിഷം പാഴിക്കളയുന്നതിനേക്കാൾ മോശമായ പ്രവൃത്തി ദുനിയാവിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ആലോചിച്ച് നോക്കൂ, നമ്മൾ നേരം പോക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിപാടി ഒപ്പിക്കുന്നത്. അമേരിക്കയുടെയും ചൈനയുടെയും വലിയൊരു വരുമാന മാർഗം എന്നുള്ളത് ഓൺലൈൻ ഗെയിമുകളാണ്. അവിടെ ഏറ്റവും വലിയ വരുമാന മാർഗമാണ്. പക്ഷേ ചൈനയിലും അമേരിക്കയിലും അടക്കം ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് ഈ ഗെയിമുകളുടെ വകുപ്പുകളെല്ലാം അതിനെ പൂട്ടിവെക്കും. നെറ്റ് വഴി ഇന്റർനെറ്റ് വഴി ഗെയിം കളിക്കാൻ കഴിയാത്ത വിധം അതെല്ലാം പൂട്ടപ്പെടും. എന്തുകൊണ്ട്? ഒരു സമൂഹം നശിച്ചു പോകാൻ പാടില്ല. ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ടത് സമയമാണെന്ന ബോധ്യം അവർക്കുണ്ടായതുകൊണ്ട് ടൈം മാനേജ്മെന്റ് അതൊരു സംവിധാനമായി ഒരു പാഠ്യപദ്ധതിയായി ഇന്ന് വിദേശ രാജ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ മനുഷ്യന് സമയം പാഴാക്കാതെ ഉപയോഗപ്പെടുത്താന്ന്. പണത്തെക്കാളും മറ്റെല്ലാ ആധുനിക കണ്ടുപിടുത്തങ്ങളെക്കാളും മറ്റെല്ലാ പുരോഗമന വസ്തുക്കളെക്കാളും ഏറ്റവും വിലമതിക്കാൻ കഴിയാത്ത സ്വത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സെക്കൻഡുകൾക്കും മിനിറ്റുകൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പടിഞ്ഞാറിന്റെ സംസ്കാരക്കാർ അവർ മക്കളെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെയാണ് സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതെന്ന്. ഈ 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ പഠിപ്പിച്ചെടുത്തു. എങ്ങനെയാണ് പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേൽക്കേണ്ടത്, ഏത് സമയം മുതൽ പ്രവർത്തിച്ചു തുടങ്ങണം, എവിടെയാണ് നിങ്ങൾ ഉറങ്ങാൻ കിടക്കേണ്ടത്, എത്ര നേരമാണ് ഉറങ്ങേണ്ടത് എന്ന്. അങ്ങനെ ഉണർച്ചയും ഉറക്കവും ആ ഉറക്കത്തിന്റെയും ഉണർച്ചയുടെയും ഇടയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി 5 നേരത്തെ നമസ്കാരം മുമ്പിൽ വെച്ചുകൊണ്ട് ഇന്ന സ്വലാത്ത കാനത്തൽ അൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്ന് സമയനിർണിതമായ ഒരു ഇബാദത്തായി നമസ്കാരത്തെ വെച്ച് വിശുദ്ധ ഖുർആൻ പറയണം. അത് സമയ മാനേജ്മെന്റ് പഠിപ്പിക്കാൻ വേണ്ടിയാ. എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത് ജീവിതത്തിൽ എന്ന് വിശ്വാസി പഠിപ്പിക്കാൻ വേണ്ടി.
ഈ സമയത്തിന്റെ വിലയെക്കുറിച്ച് ഖുർആൻ ഒരുപാട് സംസാരിച്ചത്. ഖുർആൻ ഒരുപാട് സത്യം ഇട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലോചിക്കും, ഒരുപാട് സത്യങ്ങൾ. അതിലേറ്റവും കൂടുതൽ സത്യങ്ങൾ സമയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വശംസി വദുഹാഹ എന്ന്, അതാണ് വദ്ദുഹാ വല്ലൈലി ഇദാ സജാ എന്ന്, വല്ലൈലി ഇദാ യഖ്ശ, അങ്ങനെ ഒട്ടനവധി ആയത്തുകൾ അല്ലാഹു സത്യമിട്ട് പറഞ്ഞതിൽ മഹാഭൂരിപക്ഷവും മനുഷ്യന്റെ മുമ്പിലേക്ക് സമയത്തിന്റെ വില കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഓരോ നിമിഷങ്ങളുടെയും വിലയെക്കുറിച്ച് മനുഷ്യൻ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ആകാശഭൂമികളെ സംവിധാനിച്ചവൻ രാപ്പകലുകളെ സംവിധാനിച്ചിരിക്കുന്നുവെന്ന് എന്താ നിങ്ങൾ ചിന്തിക്കാത്തതെന്ന് വിശുദ്ധ ഖുർആൻ. രാവും പകലുമായി ദിവസത്തെ സംവിധാനിച്ചു, മണിക്കൂറുകളായി ഈ ദിവസങ്ങളെ എന്ത് സംവിധാനിക്കുന്നു. എന്ന് 12 മാസങ്ങളായി വർഷത്തെ സംവിധാനിച്ചു. അള്ളാഹു പഠിപ്പിക്കാണ്, ഇത് ഖുർആനിലൂടെ സംസാരിക്കുകയാണ് നമ്മളോട്. അങ്ങനെ ദിവസങ്ങളുടെയും മണിക്കൂറുകളുടെയും രാത്രികളുടെയും പകലുകളുടെയും മഹത്വങ്ങളെ കുറിച്ച് മനുഷ്യന്റെ മുമ്പിൽ കൃത്യമായ ഒരു ബോധോദയം ഉണ്ടാക്കുന്ന വിധത്തിൽ അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമല്ലേ ആ സമയങ്ങൾ നമ്മൾ പാഴാക്കളയുന്നത് ഈ ഗെയിമുകളുടെ മുമ്പിൽ. ഗെയിമുകൾ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ജീവിക്കുന്നത് മൊബൈലുകളിലാണ്. ഈ മൊബൈലുകളിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്ന് തുറന്നു വെച്ചാൽ പിന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. ഒന്ന് തുടങ്ങിയാൽ മതി, ഒന്ന് നിവർത്തിയെടുത്ത് ഏതെങ്കിലും ഒരു പേജിൽ കയറിയാൽ, ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റഗ്രാം ആവട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് ആവട്ടെ, ഏതെങ്കിലും ഒരു വകുപ്പിലൊന്ന് തൊട്ടിറങ്ങിയാൽ മതി. മണിക്കൂറുകൾ പിന്നെ പോകണറിയില്ല. ജീവിതത്തിൽ നിന്ന് മണിക്കൂറുകൾ പോകുന്നറിയില്ല. ഈ മണിക്കൂറുകൾ നമ്മൾ നഷ്ടപ്പെടുന്ന സമയമാണ്. മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളയുന്ന, വഞ്ചിതരായി പോകുന്ന 2 നിഅമത്തുകൾ. ഒന്ന് ഒഴിവുവേളകളാണ്, മറ്റൊന്ന് ആരോഗ്യമാണെന്ന്. നല്ല ആരോഗ്യമുള്ള പ്രായത്തില് മനുഷ്യൻ പണിയെടുക്കുന്നതിന് പകരം അവൻ ദുനിയാവിൽ ഗെയിം കളിച്ചിരിക്കുകയാണ്. സമയങ്ങൾ, ഒഴിവുവേളകൾ കിട്ടുമ്പോൾ അവരല്പം ഫ്രീ ടൈമാണ്. അപ്പൊ എന്താ ചെയ്യുക? ഫ്രീ ടൈമാണ്, അപ്പൊ എന്താ ചിലപ്പോൾ ഫ്രീ ടൈമാണ്, അപ്പോൾ ഉടനെ മൊബൈൽ എടുക്കാം. പല ജോലി സ്ഥലങ്ങളിലും മൊബൈൽ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. ജോലി ടൈമുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ടൈമുകൾ കർശനമായി മൊബൈലുകൾ മാറ്റിവെക്കപ്പെടേണ്ടി വരുമ്പോൾ ഏതാനും മണിക്കൂറുകൾ ലഞ്ച് ബ്രേക്കിന് വേണ്ടി, ഒരു ടീ ബ്രേക്കിന് വേണ്ടിയിട്ട് അവർക്ക് അനുവദിക്കുമ്പോൾ ആദ്യമേ ഓടി വന്നെടുക്കുന്ന മൊബൈലാണ്. ആ മൊബൈൽ ഫോണിൽ പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ മനുഷ്യർ നമ്മൾ എന്തിനാണ് അവിടെ ജീവിക്കാൻ പോകുന്നത്? നമ്മൾ എത്രയാണ് ഖുർആൻ ഓതിയത്? എത്ര ജുസുവാ നമ്മൾ പാരായണം ചെയ്തിട്ടുള്ളത്? എത്ര ദിക്റുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? എത്ര സമയമാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്? പടച്ചവന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ എപ്പോഴാണോ അള്ളാഹുവിനെ ഓർത്തത്? എപ്പോഴാണ് പടച്ചവനെ ഓർത്തിട്ട് ആകാശത്തിൽ കൈകൾ ഉയർത്തിയത്? നമുക്ക് സമയമില്ല, അതിനങ്ങനെ സമയമില്ല. ഇപ്പൊ നമ്മൾ ഈ വെള്ളിയാഴ്ച പോലും ക്ഷമ കെട്ടിട്ടാണ് ഈ സൈലന്റ് ആക്കി വെച്ചിട്ടിരിക്കുന്നത്. ഇത് ഒന്ന് സലാം വിട്ടാൻ വേണ്ടിയുള്ള മീറ്റിംഗാ. ഒന്ന് സലാം വീട്ടിൽ കിട്ടിയാൽ ചാടി പുറത്തിറങ്ങാൻ വേണ്ടിയുള്ള മീറ്റിംഗ് ആണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളാണ്. ഈ ഗബ്രിയേൽ മാർക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ അർബുദം ബാധിച്ച് മരിക്കാൻ കിടക്കുമ്പോൾ മരണവേളയിൽ ആ മനുഷ്യൻ പറഞ്ഞൊരു വാചകമുണ്ട്: ഇനിയും ഒരു ജന്മം എനിക്കുണ്ടെങ്കിൽ ഞാൻ വളരെ കുറച്ചു മാത്രമേ ഉറങ്ങുള്ളൂ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്റെ കണ്ണുകൾ അടച്ചുറങ്ങുന്നത് വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും. കാരണം കണ്ണടച്ചുറങ്ങുന്ന ഓരോ മിനിറ്റുകളിലും 60 വെളിച്ചത്തിന്റെ സെക്കൻഡുകൾ എനിക്ക് നഷ്ടമാകുമെന്ന്. അതുകൊണ്ട് കണ്ണ് തുറന്ന് ഞാൻ സ്വപ്നം കാണും ഇനി ജീവിച്ചാലെന്ന്. ഇനി ജീവിക്കുന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്ന് ഞാൻ സ്വപ്നങ്ങൾ കാണാൻ ശീലിക്കുമെന്ന്. ഉറങ്ങാൻ പോലും സമയം ചെലവഴിക്കില്ല എന്ന്. അങ്ങനെ പ്രവർത്തിക്കേണ്ട ലോകമാണ് ദുനിയാവെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി എന്ന്. അതെ, വൈകി കിട്ടിയ ഒരു കത്ത് പോലെയാണ് മനുഷ്യന്റെ ജീവിതം. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ വൈകി വന്നൊരു കത്ത് പോലെയാണ്. കാര്യങ്ങൾ അറിയുമ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കും. നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ജീവിതത്തിന്റെ സമയത്തിന്റെ വില മനസ്സിലാക്കുന്ന നിമിഷം അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് നമ്മുടെ വാതിൽ മുട്ടിയിട്ടുണ്ടാകും. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ലാ സദ്ദഖ വകും മിനസ് സ്വാലിഹീൻ എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിക്വസ്റ്റ് വെക്കും പടച്ചവനോട്: അള്ളാഹുവേ, ഇപ്പോഴാ ബോധ്യപ്പെട്ടത്, സമയത്തിന്റെ വില ഞാൻ മനസ്സിലാക്കിയ നിമിഷം ഇതാണ്. അതുകൊണ്ട് അല്പസമയം കൂടി ജീവിക്കാൻ അനുവദിക്കണമെന്ന് ഏതൊരു മനുഷ്യനും പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇതൊരു കഥാപുസ്തകത്തിൽ നിന്നുള്ള വാചകമല്ല, അർദ്ധശങ്കയ്ക്കിടയില്ലാത്തവണ്ണം അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഏതൊരു മനുഷ്യനുമുള്ള തിരിച്ചറിവിന്റെ നിമിഷമാണത്. മരണം വന്ന് വാതിൽ മുട്ടുമ്പോൾ ജീവിതത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. എന്താണ് ജീവിതമെന്ന് മനസ്സിലാകും. സമയത്തിന്റെ വില മനസ്സിലാക്കിയ മനുഷ്യൻ റബ്ബിനോട് പറയും: ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ചെറിയൊരു കാലഘട്ടം കൂടി അല്ലാഹുവേ എന്ന്, അല്പസമയം കൂടി ദുനിയാവിൽ നീ അവശേഷിപ്പിച്ചാൽ പ്രവർത്തിക്കാൻ പടച്ചോനെന്ന്, പിന്നെ നന്മയുണ്ടാവുള്ളൂന്ന്. സമയം കിട്ടിയില്ല എന്ന്, എല്ലാം അലസമായി ജീവിച്ചു പോകരുതെന്ന്. നമ്മൾ കഴിവുകൾ പറഞ്ഞാൽ തീരോ? വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ എന്ന്. ഒരു ശരീരത്തെയും പിന്നെ പിന്തിപ്പിക്കില്ല. ഒരു മനുഷ്യനും ആയുസ് നീട്ടിക്കൊടുത്ത ചരിത്രമില്ല. അങ്ങനെ കൊടുക്കില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയുള്ള ഗീതത്തിന് വിലയില്ല. ഇത് ഉത്ബോധനമാണ്. പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്.
ഈ ജരാനരകൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. മരണം വരാനിരിക്കുന്നു ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് മരണങ്ങൾ ദിവസവും 1.5 ലക്ഷം പേർ മരിക്കുന്നുണ്ട്. റോഡ് അപകടങ്ങളിൽ എത്ര പേരാ മരിക്കുന്നത്? എത്ര മനുഷ്യരുടെ മരണം നമ്മൾ നോക്കിക്കണ്ടിട്ടുണ്ട്. ഓരോ മരണങ്ങളും നിനക്കുള്ള മെസ്സേജ് ആയിരുന്നല്ലോ, നീ മരിക്കേണ്ടവനാണ് എന്ന്. മരണ വീട്ടിൽ മൊബൈലിൽ കളിക്കണം നമ്മൾ. മരണ വീടുകളിൽ ശവസംസ്കാരത്തിനൊപ്പം നിന്ന് മുസ്ലിമിന്റെ മയ്യത്ത് ജനാസ അടക്കാൻ വേണ്ടി ഖബർസ്ഥാനിൽ ഇറക്കുമ്പോൾ ഖബറിനകത്ത് നിന്നിട്ട് ഫോൺ വിളിക്കണം. അത്രേ ഉള്ളൂ നമുക്ക് ഖബറ്. ആ ഭയാനകതയെ നമുക്കുണ്ടായിട്ടുള്ളൂ ഖബറിന്റെ വിഷയത്തിൽ. അത് ജനിച്ചാൽ മരിക്കും, എന്നെങ്കിലും മരിക്കട്ടെ എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും നടന്നു പോകുന്ന വഴിയിൽ ചാരത്തായ ഒരു കോമ്പൗണ്ടിൽ കുറെ ആൾക്കാർ കൂടി നിൽക്കുന്ന കാഴ്ച കണ്ട് പുണ്യനബി ചോദിച്ചു, എന്താ അവരവിടെ കൂടി നിൽക്കുന്നതെന്ന്, എന്താ അവിടെ കാര്യം അവർക്ക്? അവർ പറഞ്ഞു, റസൂലെ അവിടെ ഒരു ഖബർ കുഴിച്ചിട്ട് ഒരാൾ അടക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അല്ല ഖബറിൻ യഹ്ഫിറൂനഹു എന്ന്, ഒരു മയ്യിത്ത് അടക്കാൻ വേണ്ടി ഖബർ കുഴിക്കണമെന്ന്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെല്ലാവരെയും വകഞ്ഞു മാറ്റി ധൃതി പിടിച്ച് ആ ഖബറിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി. ആ ഖബറിന്റെ ചാരെ മുട്ടുകുത്തി റസൂൽ ഇരുന്നു പോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ആ ഖബറിന്റെ മറുവശത്തേക്ക് കറങ്ങി വന്നു ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ പുണ്യനബി വിതുമ്പി കരയാണ്. ആ കണ്ണുനീര് മണ്ണിലേക്ക് വീഴുന്ന കാഴ്ചയും ഞാൻ കണ്ടു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഐ ഇഖ്വാനി ലിമിസ്ലിൽ യൗമി അയ്ദു എന്ന്, ഇതുപോലൊരു ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങണേ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ ചാരയിരുന്ന് കരഞ്ഞുപോയ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിൽക്കുന്നു? ഇന്നും ഖബറിന്റെ അടുക്കൽ പോലും മൊബൈൽ ഫോൺ കാണുന്നവൻ. അവിടെയും നമ്മൾ ഉല്ലസിക്കാണ്, തമാശകൾ പറയാണ്. മരണത്തിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. മരണത്തെ അറിയാത്ത മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. മരണവും മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചും ബോധ്യമില്ലാത്ത മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അത് നിമിഷങ്ങൾ മാത്രമാണ് നമുക്കിടയിലും ഈ മരണത്തിനിടയിലുള്ളത്. നന്നായി മനസ്സിലാക്കണം. അൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി എന്ന് പാടിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറിന്റെയും മരണത്തിന്റെയും ഇടയിൽ തുല്യ ദൂരമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതിനേക്കാളും ഒരു മനുഷ്യന്റെ കാലിനോട് അവന്റെ ചെരുപ്പിന്റെ വാറ് ചേർന്ന് കിടക്കുന്നതിനേക്കാൾ കൂടുതൽ മരണം ഓരോ മനുഷ്യനെയൊപ്പം ഒരു നിഴൽ പോലെ കൂടെയുണ്ട് എന്ന്. എന്തേ മനുഷ്യ നീ തിരിച്ചറിഞ്ഞില്ല എന്ന്? നമ്മൾ അന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് എവിടെയാ മരണം എങ്ങനെ വരുന്നതെന്ന് ആലോചിക്കാൻ ഒരുപാട് ഇതുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ആയിരിക്കാന്ന്. ഇപ്പൊ നമുക്കങ്ങനെ ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല. നമ്മൾ ഈ പള്ളിയുടെ പുറത്തിറങ്ങുമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. പോട്ടെ, നമ്മളിവിടെ ആരോഗ്യമുള്ളവരാണ്, ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്ന് പേടിക്കേണ്ട. പോട്ടെ, അറ്റാക്കുകൾ വരുന്നു. ഈ വാക്സിന് ശേഷം ഇവിടെ നടക്കുന്ന മരണങ്ങൾക്ക് കണക്കില്ല. എന്തുകൊണ്ട് മരണം നടക്കുന്നു എന്നും അത് പരിശോധിക്കപ്പെടുന്നില്ല. ആരോഗ്യമുള്ള മനുഷ്യർ രോഗം കാരണം പോലും പറയാൻ കഴിയാത്ത വിധം ബോധം കെട്ട് വീണ് മരിക്കുന്നുണ്ട് ഒരുപാട് മനുഷ്യർ. ഇവിടുത്തെ വാക്സിനേഷന് ശേഷം ആരും ഏറ്റെടുത്തിട്ടില്ല. എന്തുകൊണ്ട് ഈ വാക്സിനേഷൻ കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധിച്ചില്ല എന്ന് പറയുന്നത്? ഈ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് അത് വലിയ അനാസ്ഥയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് വലിയ അത് ആരും ഏറ്റെടുക്കാത്ത ഉത്തരവാദിത്തം ജനങ്ങളുടെ ജീവിതത്തിന് ഈയാൻ പാറ്റുള്ള വില പോലും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിൽ പിന്നെന്താ പറയാ? അതങ്ങനെ സംഭവിക്കണം. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇതിനൊക്കെ പുറമെ നമുക്ക് ഗതാഗത മാർഗത്തിലൂടെ വേണം, നമുക്ക് ഈ റോഡ് മാർഗമാണല്ലോ സഞ്ചരിക്കേണ്ടത്. എത്ര അപകടങ്ങൾ, എത്ര സൂക്ഷ്മമായ നമ്മൾ ഒതുങ്ങിപ്പോയത്. നമ്മൾ ഒരു മതിലിനോട് ചേർന്ന് നടന്നു പോയത്, എത്ര സൂക്ഷ്മമായിട്ടാണ് കടന്നുപോയത്. പക്ഷെ വന്ന ഡ്രൈവറിന് ഒരു കുഴപ്പം, മാന്യനായ ഡ്രൈവറായിരുന്നു, ഒന്ന് ഉറങ്ങിപ്പോയതാ. ഒരു മനുഷ്യന്റെ കണ്ണ് നടഞ്ഞു പോയപ്പോൾ ഒരു കുടുംബം അനാഥമായി പോയി. ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട് പ്രവർത്തിക്കാൻ, ഇനിയും നമസ്കരിക്കാൻ നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ നമസ്കാരമൊക്കെ മാറ്റിയിരിക്കട്ടെ എന്ന് അങ്ങനെ പദ്ധതികളുടെ പിറകെ ഓടിയവൻ, ജീവിതത്തിന് തിരക്കുകളുടെ കൂടെ ഓടിയവൻ ആ മനുഷ്യനാണ്. ഇനിയും ഏറെ സമയമുണ്ട് എന്ന് കണക്കാക്കിയ മനുഷ്യൻ വീട്ടിലേക്ക് എത്തുമ്പോൾ കഫം പുടവയിൽ പൊതിഞ്ഞാ കൊണ്ടുപോകുന്നത്. ആ അവസ്ഥയെ എത്ര മനുഷ്യരാണല്ലോ, എത്ര മനുഷ്യരാണ്. അടുത്ത കഫൻ തുണി നമുക്ക് വേണ്ടിയാണ് എടുക്കുന്നത് എന്ന് ആലോചിക്കാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് ഓരോ ജനാസയും കൊണ്ടുപോകുമ്പോൾ അടുത്ത മയ്യിത്ത് ഞാനാണെന്ന്, എൻ്റെ മക്കളാണ് അനാഥമാകാൻ പോകുന്നത് എന്ന്, എൻ്റെ ഭാര്യയാണ് വിധവയാകാൻ പോകുന്നത് എന്ന് നമുക്ക് എന്തുകൊണ്ട് ആലോചിക്കാൻ കഴിയുന്നില്ല? എൻ്റെ അവസ്ഥാനത്ത് ജുമയാണ് ഈ ജുമ എന്ന് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല? അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് അർത്ഥമുണ്ടാകുമായിരുന്നു, നമുക്ക് ആത്മാർത്ഥതയുണ്ടാകുമായിരുന്നു, നമ്മൾ ഖുർആൻ തറയിൽ വെക്കാൻ ആഗ്രഹിക്കില്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കട്ടെ. എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയത്തിന്റെ വില മനസ്സിലാക്കി നമസ്കരിക്കണേ മനുഷ്യ എന്ന് നിസ്കരിക്കുമ്പോൾ അവസാന നമസ്കാരക്കാരനെ പോലെ, ഈ ലോകത്തോട് വിട പറയുന്ന ലാസ്റ്റ് നമസ്കാരക്കാരനെ പോലെ നീ ഓരോ നമസ്കാരവും നമസ്കരിക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല ഇത്? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഈ ഒരാഴ്ച കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ ന്യൂ ഇയർ വരും, ക്രിസ്മസിന്റെ 25 കഴിഞ്ഞ വരുന്ന ഒരാഴ്ചക്കാലം കൊണ്ട് ഇവിടെ വിറ്റുപോകുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞൊരു വർഷം ഒറ്റൊരാഴ്ച കൊണ്ട് 608 കോടി രൂപയുടെ മദ്യം ഇവിടെ വിറ്റഴിച്ചു കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിനകത്ത് 608 കോടി രൂപയുടെ മദ്യം വിറ്റഴിക്കപ്പെട്ടു. മദ്യം മാത്രമാണിത്.
ഇതൊക്കെ ലീഗലി വിൽക്കുന്നതാണ്. ഇല്ലീഗലി നടക്കുന്ന വാറ്റിൻ്റെയും മറ്റ് കണക്കുകളൊന്നും ഇവിടെ ഇല്ല. ഇല്ലീഗലി നടക്കുന്ന ടാക്സ് വഴി നടക്കുന്ന മദ്യക്കച്ചവടത്തിൻ്റെ കണക്ക് ഇവിടെ ഇല്ല. മയക്കുമരുന്നിൻ്റെ മറ്റു ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, MDMA അടക്കമുള്ള അതിശക്തമായ മാരകമായ ലഹരി പദാർത്ഥങ്ങളുടെ കച്ചവടത്തിൻ്റെ കണക്ക് ഇവിടെ ഇല്ല. ഈ ഒരൊറ്റ ന്യൂ ഇയർ മാത്രം കണക്കിലെടുത്തിട്ട് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകളാണ് ഇന്ത്യയുടെ അതിർത്തികൾ കടന്നു ഇവിടെ വന്നിട്ടുള്ളത്. 130 കോടി ജനങ്ങൾ കസ്റ്റമറായിട്ടുള്ള രാജ്യത്തിൽ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ എന്താണ് മയക്കുമരുന്നുകൾ ഇവിടെ കയറ്റിവിട്ടിട്ടുള്ളത്. ഇതൊക്കെ ലീഗലായും ഇല്ലീഗലായും കമ്മീഷൻ കൈപ്പറ്റിയിട്ട് ഭരിക്കുന്നവനും ഇവിടെ സേനയിൽപ്പെട്ടവരുമൊക്കെ കൈക്കൂലി കൈപ്പറ്റിയിട്ട് ജനങ്ങൾക്ക് വിളമ്പാൻ നിൽക്കണം. അതെല്ലാം മാറ്റാൻ വേണ്ടി തയ്യാറെടുപ്പോടെ പൈസകൾ ശേഖരിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാൻ നിൽക്കുകയാണ് നമ്മൾ കുറേ ആൾക്കാർ. ഒറ്റ ദിവസം 108 കോടി രൂപയുടെ കച്ചവടം ഒറ്റ ദിവസം കൊണ്ട് മദ്യത്തിൻ്റെ കച്ചവടം കഴിഞ്ഞ വർഷം നടന്നത്. പിന്നെ നമ്മൾ എത്ര ദാരിദ്ര്യം താഴോട്ട് എത്രയൊക്കെ പോയി പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് ദാരിദ്ര്യവും കഷ്ടതയാണെങ്കിലും വർഷാവർഷം റെക്കോർഡിടുന്ന വിഷയത്തിൽ നമ്മൾ മലയാളികൾ നല്ല മത്സരബുദ്ധി കാണിക്കുന്നുണ്ട്. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇനി വേണം ഗൾഫിൽ പോയി പണിയെടുക്കണം, അല്ലെങ്കിൽ അന്യസംസ്ഥാനം എവിടെയെങ്കിലും പോയി പണിയെടുത്തിട്ട് വന്നാണെങ്കിലും ഓരോ വർഷത്തെ റെക്കോർഡ് അടുത്ത വർഷം തകർക്കുക. അതിൽ നമുക്ക് മലയാളികൾ അഭിമാനിക്കാം. ഇതൊക്കെ സർക്കാർ സംവിധാന അനുവാദത്തോടുകൂടി ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത്രയും ലഹരി പദാർത്ഥങ്ങൾ, മദ്യവും മയക്കുമരുന്നും മദിരാശിയുമായിട്ട് ഒരു രാവും പകലും അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇറങ്ങി നിൽക്കുമ്പോൾ എത്ര വലിയ തെമ്മാടിത്തരമാണ്. ആഘോഷത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിപ്പോയില്ല. ഇതാണ് ആഘോഷം. എത്ര അപകട മരണങ്ങൾ ഒറ്റ ന്യൂ ഇയർ ദിവസത്തിൽ, എത്ര കയ്യാങ്കളികൾ, എത്ര കൊലപാതകങ്ങൾ. ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മാതാവിനെ പോലും ആക്രമിക്കാൻ പോകുന്ന, സ്വന്തം മാതാവിനെ പോലും കാമദാഹവുമായി കടന്നു ചെല്ലുന്ന ചെറുപ്പക്കാർ പിതാവിനെ തല്ലിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയല്ലേ. മദ്യലഹരിയിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ കുടുംബം തകർക്കുന്നു, മനുഷ്യന് ജീവൻ എടുക്കുന്നു, റോഡപകടങ്ങൾ ഉണ്ടാക്കുന്നു. ലോകത്ത് ഏറ്റവും വലിയ മരണങ്ങളുടെ കാരണം എന്താണ്? 30% അപകട മരണങ്ങളും ഉണ്ടാക്കുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. ലഹരിക്കടിമപ്പെട്ടവൻ്റെ ഡ്രൈവിംഗ് ആണ്. പരിഹാരമുണ്ടോ ഇതിന്? ഇതൊക്കെ സർക്കാരിൻ്റെ അനുമതിയോടെ. മനുഷ്യജീവൻ എവിടെ വിലയുള്ളത്? ആരാ വില കൽപ്പിക്കുന്നത്? ആർക്കൊരു വിലയില്ല, അതിനൊരു വിലയില്ല. ഇതാ അവസ്ഥ. നമ്മൾ മുസ്ലിങ്ങൾക്കൊരു ഇതുണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമുക്ക് എവിടെ എങ്ങനെ ജീവിക്കണം നമുക്കറിയാം, എന്ത് ആഘോഷിക്കണം, എങ്ങനെ ആഘോഷിക്കണം. ഇതാണ് ആഘോഷത്തിൻ്റെ സ്വഭാവം. ഈ ആഘോഷമേ നമുക്കില്ല. എന്നാലും നാടിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യുന്നു, പുതുവർഷം വരുന്നു സ്വീകരിക്കാമെന്ന് കണക്കാക്കി ഇങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. സ്വീകരിക്കാൻ അങ്ങനെ ഒരു ആഘോഷ പരിപാടി ഇല്ല. അത് വസ്തുതാപരമായി പറയണം. നമ്മളതിൽ പെരുന്നാൾ ഇങ്ങനെ ആഘോഷിക്കുന്നത്. എല്ലാ ആഘോഷങ്ങൾക്കും മദ്യവും മയക്കുമരുന്നും അകമ്പടിയാവുന്നത് ഏത് സംസ്കാരമാണിത്? ഇതിനെന്താ പ്രോത്സാഹനമുള്ളത്? യുവാക്കൾ എന്താ ഈ വിധത്തിൽ ചിന്തിക്കുന്നത്? ഇതല്ല. പണ്ട് കാലത്ത് ആഘോഷം എന്താണ്? നല്ലത് കൊടുക്കുക. അന്ന് എല്ലാ ജീവിതത്തിൻ്റെ തിരക്കുകളും മാറ്റിവെച്ച് പ്രിയപ്പെട്ടവർക്കൊപ്പം സമയം ചെലവഴിക്കുക, മക്കളുടെ കളിയും ചിരിയും കൂടുതൽ കണ്ടിരിക്കുക, അവർക്ക് നല്ല ഭക്ഷണം വെച്ച് കൊടുക്കുക. ആ ഭക്ഷണം കഴിച്ച് അവരെന്ത് ആത്മാർത്ഥമായി ആ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പുഞ്ചിരി തൂകുന്ന നിമിഷങ്ങൾ കണ്ടിരിക്കുക. നല്ല വസ്ത്രങ്ങൾ ഉടുത്തിട്ട് അത് ഇട്ട് കാണിക്കാൻ വേണ്ടി വരുമ്പോൾ അത് നോക്കിക്കാണുക. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ. അതാണ് ഏറ്റവും വലിയ മനോഹരമായ മുഹൂർത്തങ്ങൾ. നമ്മളെ കൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സായുജ്യമുണ്ടല്ലോ, ഒരു സംതൃപ്തി ഉണ്ടല്ലോ. അത് ആഘോഷത്തിൻ്റെ സ്വഭാവം എന്നുള്ളത്. ഞാൻ മാച്ചു കൊടുത്ത വസ്ത്രം എടുത്തുകൊണ്ട് അപ്പുറത്ത് വീട്ടിൽ അനാഥക്കുട്ടിയും എൻ്റെ മക്കൾക്കൊപ്പം കളിക്കുമ്പോൾ അതാണോ ആഘോഷം? ഞാൻ വീട്ടിൽ വെച്ച വിശിഷ്ടമായ ഭക്ഷണം എൻ്റെ അയൽക്കാരനായ അന്യമതസ്ഥനും വിളമ്പിയിട്ട് അവനും ഇന്ന് വിശിഷ്ട ഭക്ഷണം കഴിച്ചത് കാണുമ്പോൾ അവിടെയാണോ സന്തോഷം? അത് ആഘോഷത്തിൻ്റെ സ്വഭാവം എന്നുള്ളത്. ആരാ കള്ളുകുടിയാക്കി മാറ്റിയത് ആഘോഷത്തെ? ആരാ കഞ്ചാവടിയാക്കി മാറ്റിയത്? ആരാ മദ്രാശിയാക്കി മാറ്റിയത്? പെണ്ണുടലും ആണുടലും തമ്മിൽ ഉരസുന്നതിൻ്റെ പേരാണ് ഈ ന്യൂ ഇയർ ആഘോഷം എന്ന് കണക്കാക്കിയത് ആരാണ്? രാത്രി 12 മണിക്ക് ലൈറ്റ് അണച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് തീരദേശത്തും ഏത് ബീച്ചിലും ഏത് റെസ്റ്റോറൻറ്റിലും നിശാ ക്ലബ്ബുകളിലും ആർക്കും ആരെയും കെട്ടിപ്പിടിച്ച് പുൽകാമെന്ന് കണക്കാക്കിയത് ഏത് സംസ്കാരമാണ്? ഇതാണ് ആഘോഷം എന്നുള്ളത്. ഇതൊക്കെ മനുഷ്യനെ വഴി പിഴപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഈ സംവിധാനങ്ങൾക്ക് പറയും മുസ്ലിം ചെറുപ്പക്കാർ പോകാൻ പാടില്ല. ലത്തക്കുന്നിമാതൻ, ജനങ്ങളെപ്പോലെ, ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ, ജനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ പ്രവർത്തിക്കേണ്ട അവസരവാദികളാകല്ല ആയി മാറാൻ പാടില്ല വിശ്വാസികൾ. വിശ്വാസികളുടെ നിലപാടുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഒരു കൾച്ചറുണ്ട്, ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങൾ, ഈ നിമിഷങ്ങൾ, ഇത് നഷ്ടപ്പെടുത്തിയ പടച്ചവന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അല്ലാഹുവിന്റെ മുമ്പിൽ മഹ്ശറയിൽ പോയി മനുഷ്യൻ നിൽക്കും. അല്ലാഹുവിന്റെയും അടിമയുടെയും ഇടയിൽ മറയില്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നരകത്തെ കണ്ടു, പരലോകം കണ്ട്, മനുഷ്യന്റെ അവസ്ഥ എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ തലകൾ താഴ്ത്തി നിൽക്കും. ഉയർത്തിവെക്കാൻ കഴിയില്ല. തലകൾ താഴ്ത്തി ഖേദത്തോടെ നിന്നിട്ട് അല്ലാഹുവേ, ഇന്ന് എനിക്ക് എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരു അവസരം കൂടി നൽകണം അല്ലാഹുവേ എന്ന്. ഉറപ്പായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, തിരിച്ചറിവിന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്നു അല്ലാഹുവേ, ഒരു അവസരം കൂടി ജീവിക്കാൻ നൽകണേ റബ്ബേ എന്ന് പരലോകത്ത് തലകൾ താഴ്ത്തി മനുഷ്യൻ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് സജദ വെള്ളിയാഴ്ചയിൽ ഓതുന്നതാണ്.
അള്ളാഹിൻ്റെ മുമ്പിൽ മനുഷ്യൻ പറയേണ്ടി വരും. മരിക്കുമ്പോൾ മാത്രമല്ല, നാളെ ഓരോ നിമിഷവും നരകത്തിൽ കിടക്കുന്ന മനുഷ്യനോട് അതിൻ്റെ ഹസനത്തുകൾ വന്ന് ചോദിക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി, എന്താ ഈ നരകത്തിൽ വന്ന് പെട്ടുപോയതെന്ന്? നിങ്ങൾക്കൊരു ജീവിതം തന്നതല്ലേ, നിങ്ങൾക്ക് അവസരം തന്നതല്ലേ, നിങ്ങളുടെ മുമ്പിൽ മുന്നറിയിപ്പുകാർ വന്നതല്ലേ, എന്നിട്ട് എന്ത് പറ്റിയെന്ന്? അള്ളാഹുനോട് പറയണം, അള്ളാഹുവേ, നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറയും, ഈ നരകത്തിൽ നിന്നൊരു മോചനം, ദുനിയാവിലേക്കൊരു വാസം, ഒരു ദിവസം കൂടി ദുനിയാവിൽ വസിക്കാൻ അവസരം ഒരുക്കിയാൽ അല്ലാഹുവേ, കർമ്മങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നന്മകൾ സമ്പാദിച്ചുകൊണ്ട് വിശ്രമമില്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങി വരാമെന്ന്. അവരെ അമ്മുറുക്കും, നിങ്ങൾക്ക് ഞാൻ ആയുസ് നീട്ടി നൽകിയല്ലോ. ആദ്യത്തെ പാപത്തിനല്ലോ നിങ്ങളെ പിടിച്ചത്. അങ്ങനെയാണോ? അങ്ങനെ നിങ്ങൾ പിടിച്ച് ആദ്യം ചെയ്ത പാപത്തിന് പിടിച്ചുകൊണ്ട് വന്ന് നരകത്തിയിട്ടല്ലോ. അല്ല വിചാരിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ പാപത്തിനെ നിങ്ങൾ പിടികൂടാൻ കഴിയുമായിരുന്നു. സഡൻ ആക്ഷൻ എടുക്കാൻ അള്ളാഹുവിനെ കഴിയുമായിരുന്നു. ഖുർആൻ പറയും, സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹ് പറയാണ്, അല്ല വിചാരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ പാപത്തിന് നിങ്ങൾ പിടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ വിട്ടുബല്ലഹും മൗഇദുൻ, പക്ഷെ നിങ്ങൾക്ക് പിന്നെ അവസരം നൽകി ഞാനെന്ന്, അവൾ അമ്മുറുക്കുമെന്ന് ആയുസ് നീട്ടി നൽകി. അപ്പോൾ നിങ്ങൾ എന്താ കണക്കാക്കിയത്? കുഴപ്പമില്ല എന്ന്. ഈ ഭൂമിയിൽ എത്ര പാപം ചെയ്താലും നമ്മൾ ഒരു ചുക്കും ചെയ്യാൻ നമ്മൾ ദൈവത്തിനെ കൊണ്ട് കഴിയില്ല എന്ന്. അത് എന്ത് ചെയ്യും? അതൊരു ലൈസൻസായി നമ്മൾ കണ്ടു. ആയുസ് നീട്ടി നൽകിയപ്പോൾ, പിന്നെ അവസരങ്ങൾ വെച്ചപ്പോൾ അതൊരു ലൈസൻസായി കണ്ടുകൊണ്ട് നമ്മൾ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം വലിയൊരു ഭാണ്ഡക്കെട്ടുമായി പാപത്തിൻ്റെ കൂമ്പാരമായി പടച്ചവൻ്റെ മുമ്പിൽ വന്ന് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പെടുമ്പോൾ വിതുമ്പിയിട്ട് കാര്യമില്ല എന്ന് അള്ളാഹു മറുപടി പറയും. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, ഇത് തന്നെയാണ് നിങ്ങളുടെ ലോകം. ഇനി നിങ്ങൾക്കൊരു മരണമുണ്ടാവില്ല, ഇനി അനശ്വരമായി ശിക്ഷയുടെ ലോകത്ത് നിങ്ങൾ കഴിയേണ്ടി വരുമെന്നുള്ള ആ ഒരു വാർത്ത കൂടി അറിയുമ്പോൾ എങ്ങും തളം കെട്ടിക്കിടക്കുന്ന ദുഃഖം മാത്രമായി നരകം അവസാനിക്കും. അവിടെ മനുഷ്യൻ ചെന്ന് നിൽക്കുക, സമയത്തിൻ്റെ വില മനസ്സിലാക്കണം, ഓരോ നിമിഷങ്ങളുടെയും വില മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.